എല്ലാവരും സ്വപ്നങ്ങൾ കാണും. ചുരുക്കം ചിലർ ഒരേ സ്വപ്നം വീണ്ടും വീണ്ടും കാണും. എന്നിട്ട് അത് ജീവിച്ച് ലോകത്തിന് കാട്ടിക്കൊടുക്കും. 1000 വിദ്യകൾ പഠിച്ച ഒരാളെ എനിക്ക് ഭയമില്ല. പക്ഷെ ഒരു വിദ്യ 1000 പ്രാവശ്യം പരിശീലിച്ചവനെ ഞാൻ ഭയപ്പെടുന്നു. ജീവിതം വളരെ ചെറുതാണ്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ അവസാന ദിവസം എപ്പോഴാണെന്ന് ആർക്കും അറിയില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുക. ഇന്നലത്തെ വേദനയെക്കുറിച്ച് ചിന്തിച്ച് ഇന്നത്തെ സന്തോഷം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഒരൊറ്റ വാക്കുകൊണ്ട് ഉപേക്ഷിച്ചത് 1000 വാക്കുകൾ കൊണ്ടുപോലും തിരിച്ചു കിട്ടിയെന്ന് വരില്ല. അകലാൻ എളുപ്പമാണ്, അടുക്കാനാണ് പ്രയാസം. ആളുകൾ എപ്പോഴും അവരോടുള്ള നിങ്ങളുടെ മനോഭാവത്തിലെ മാറ്റം ശ്രദ്ധിക്കും. പക്ഷേ അവരുടെ പെരുമാറ്റമാണ് നിങ്ങളെ മാറാൻ ഇടയാക്കിയത് എന്ന് അവർ മനസ്സിലാക്കില്ല. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗം ഹൃദയമാണ്. അത് ശുദ്ധം അല്ലെങ്കിൽ പിന്നെ തിളങ്ങുന്ന മുഖം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അർത്ഥശൂന്യമായ 1000 വാക്കുകളേക്കാൾ മികച്ചതാണ് ആശ്വാസം നൽകുന്ന ഒരു വാക്ക്. തീക്കനൽ കയ്യിലെടുക്കുന്നത് പോലെയാണ് ദേഷ്യപ്പെട്ടിരിക്കുന്നത്. പൊള്ളൽ ഏൽക്കുന്നത് അവനവന് തന്നെയായിരിക്കും. ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാകാൻ ഒരു കരുത്തും ആവശ്യമില്ല. എന്നാൽ തനിച്ചു നിൽക്കാൻ എല്ലാ കരുത്തും ആവശ്യമാണ്. കണ്ണുകൾ വളരെ ചെറുതാണ്, പക്ഷെ അതിലൂടെ നാം കാണുന്ന ലോകം വളരെ വലുതാണ്. ഒന്നിനെയും നിസ്സാരമായി കാണരുത്. അവർ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് കരുതുന്ന ചിലരുണ്ട്. അങ്ങനെ ഉള്ളവരോട് തർക്കിച്ചിട്ട് കാര്യമില്ല. കാരണം തങ്ങളാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ അവർ ഏതറ്റം വരെയും ന്യായീകരിച്ചുകൊണ്ടിരിക്കും. നിങ്ങളിൽ ഈ 3 കാര്യങ്ങൾ കാണാൻ കഴിയുന്ന ഒരാളെ നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങളുടെ പുഞ്ചിരിക്ക് പിന്നിലെ സങ്കടം, നിങ്ങളുടെ കോപത്തിന് പിന്നിലുള്ള സ്നേഹം, നിങ്ങളുടെ നിശബ്ദതയ്ക്ക് പിന്നിലെ കാരണം. തനിച്ചാകും എന്ന ഭയത്താൽ സ്നേഹം യാചിച്ച് വാങ്ങാതിരിക്കുക. സ്നേഹിക്കാനും പരിഗണിക്കാനും നിങ്ങൾക്ക് നിങ്ങളോളം പോന്ന ഒരു കൂട്ട് അസാധ്യമാണ്. ജീവിതത്തിൽ സംഭവിച്ചതിൽ ഒരിക്കലും പശ്ചാത്തപിക്കരുത്. അത് മാറ്റാനോ പഴയ പോലെ ആക്കാനോ മറക്കാനോ കഴിയില്ല. അതുകൊണ്ട് അതൊരു പാഠമായി എടുത്ത് മുന്നോട്ട് പോവുക. യോഗമില്ലെന്ന് കരുതി മാറി നിൽക്കുന്നവരല്ല, നേടിയെടുക്കണം എന്ന് കരുതി മുന്നോട്ട് കുതിച്ചവരെ എന്നും വിജയിച്ചിട്ടുള്ളൂ. ചുറ്റും നോക്കിയാൽ മുന്നോട്ട് പോകാനാവില്ല. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും. നേരെ മാത്രം നോക്കുക. ലക്ഷ്യം അവിടെയാണ്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെയാണ്. മാറ്റാൻ കഴിയാത്തതിനെ ഓർത്ത് വിഷമിച്ചിരിക്കാതെ സ്വയം തിരിച്ചറിഞ്ഞ് വളരുന്നിടത്താണ് നമ്മുടെ വിജയം. അറ്റുപോയതിനെ ഒരിക്കലും തുന്നിക്കെട്ടാൻ ശ്രമിക്കാതിരിക്കുക. ഒന്നും പഴയതുപോലെ ആവില്ല. വില കൽപ്പിക്കാത്തിടത്ത് പോകാതിരിക്കുക. കേൾക്കാൻ തയ്യാറല്ലാത്തവരെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. ജീവിതത്തിൽ നമ്മളെ എല്ലായ്പ്പോഴും കുറ്റപ്പെടുത്തുന്നവരുടെ മുൻപിൽ ശരികൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ശരികൾക്ക് മുമ്പിലും അവർ കുറ്റം കണ്ടെത്തും. ആരോടും സ്വയം വിശദീകരിക്കരുത്. കാരണം നിങ്ങളെ വിശ്വസിക്കുന്ന വ്യക്തിക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഇഷ്ടമാണെന്ന് അഭിനയിക്കുന്ന വ്യക്തി അതൊരിക്കലും വിശ്വസിക്കുകയുമില്ല. കരയുന്നതിൽ തെറ്റില്ല. പക്ഷെ ഒരു മാറ്റവും സംഭവിക്കില്ലെന്ന് അറിയാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ആളുകളെ നഷ്ടമാവുന്നതോർത്ത് പേടിക്കരുത്. പേടിക്കേണ്ടത് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന തിരക്കിൽ അവനവനെ നഷ്ടമാകുന്നുണ്ടോ എന്നോർത്താണ്. നല്ലൊരു വ്യക്തി ആവുക. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി സമയം കളയേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരിലെ കുറ്റം കണ്ടെത്തുക എളുപ്പമാണ്. പക്ഷേ സ്വന്തം തെറ്റ് കാണുക വിഷമമാണ്. നിങ്ങളെ മനസ്സിലാക്കാനുള്ള മറ്റൊരാളുടെ കഴിവില്ലായ്മ ഒരിക്കലും നിങ്ങളുടെ മൂല്യം കുറയ്ക്കുന്നില്ല. ചില ആളുകൾ നിങ്ങളെ വിട്ടുപോയേക്കാം. എന്നാൽ അത് നിങ്ങളുടെ ജീവിതം എന്ന കഥയുടെ അവസാനമല്ല. അത് നിങ്ങളുടെ കഥയിലെ അവരുടെ ഭാഗത്തിൻ്റെ അവസാനം മാത്രമാണ്. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ മോശം പ്രവൃത്തികളെ ആൾക്കാർ വിലയിരുത്തുന്നു. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ നല്ല പ്രവൃത്തികളെ കൊണ്ട് ആൾക്കാർ വിലയിരുത്തുന്നു.
നമ്മളെ സ്നേഹിച്ചവർ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയേക്കാൾ എത്രയോ ഇരട്ടി വേദനയാണ് സ്നേഹിച്ചവർ നമ്മളെ ചതിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അകന്നു പോകാൻ ആഗ്രഹിക്കുന്നവരോട് കാരണങ്ങൾ തേടരുത്. അവരെ അതിന് അനുവദിക്കുക. കാരണം നമ്മുടെ ഭാഗത്ത് തെറ്റുകളില്ലെങ്കിലും അവർക്ക് നമ്മളറിയാത്ത ഒരുപാട് കാരണങ്ങളുണ്ടാകും. ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒന്നും ചെയ്യരുത്. കാരണം അവരൊന്നും ജീവിതാവസാനം വരെ നമ്മുടെ കൂടെ കാണുമെന്ന് ഒരു ഉറപ്പുമില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. അത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇഷ്ടപ്പെടട്ടെ. സ്വയം തുടയ്ക്കേണ്ടി വന്ന കണ്ണുനീരും തനിയെ പറയേണ്ടി വന്ന വിഷമങ്ങളും ആയിരിക്കും ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഒറ്റപ്പെടലുകൾ. വേദനിപ്പിക്കാൻ എല്ലാവർക്കും കഴിയും. എന്നാൽ വേദനിക്കുന്നവർക്ക് അത് എത്ര ആഴത്തിൽ അനുഭവപ്പെടുമെന്നോ എങ്ങനെ ഉരുകിത്തീരുന്നു എന്നോ അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാളിയാണ് ക്ഷമ. കാരണം മിടുക്കരായ ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്തത് ക്ഷമയുള്ള ഒരാൾക്ക് നേടാനാകും.